ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിൻ്റെ ഫില്ലിങ്ങും വളരെ ടേസ്റ്റിയാണ്. എന്നാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അധികം സ്പൈസിയോ മസാലകളോ ഒന്നുമില്ലാത്ത എന്നാൽ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കുട്ടിത്തലേണ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? വരൂ, നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ആദ്യമായി നമുക്കിതിലോട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു ബൗളിലോട്ട് ഒരു കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനായി ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. കൂടുതൽ സ്പൈസി അല്ലാതെ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ, കുറച്ച് വെളുത്തുള്ളി ചതച്ചതും സോയാ സോസും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് ഇത്. കുറഞ്ഞ എണ്ണയിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. വല്ലാണ്ട് ഡ്രൈ ആക്കി ഫ്രൈ ചെയ്തിട്ടില്ല. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണ്. അത് ഇതിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇത്രയൊക്കെ ചേർക്കുമ്പോൾ തന്നെ ഫില്ലിങ് ഒരുപാട് ഉണ്ടാവുമേ. ഇനി അവസാനമായി ചേർക്കുന്നത് കുറച്ച് മൊസറല്ല ചീസാണ്. ഈ ചീസൊന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ സ്നാക്കിന് നല്ലൊരു ഫ്ലേവറാണ്. മൊസറല്ല ചീസില്ലെങ്കിൽ നമ്മൾ സ്ലൈസ് ചെയ്ത ചീസില്ല, അത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് കുഴച്ചെടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡി. വളരെ എളുപ്പത്തിൽ ഉള്ളിയൊന്നും വഴറ്റാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് സമൂസ ഷീറ്റ് ഞാൻ നെടുകെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഒരു ഷീറ്റ് 2 കഷ്ണമായിട്ടാണ് എടുത്തിട്ടുള്ളത്. കൂടെ ഒരു ടീസ്പൂൺ മൈദയിൽ സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് പശ തയ്യാറാക്കി എടുക്കുന്നുണ്ട്, ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഓരോ ഷീറ്റായിട്ട് എടുത്ത് അതിന് മുകളിലായിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. കുറച്ചധികം ഫില്ലിങ് ഒന്ന് പരത്തിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ശേഷം ഈ തലയ്ക്കൽ ഭാഗം ഒന്ന് മൈദ തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇത്ര വരെ എത്തുന്ന രീതിയിൽ ഫില്ലിങ് വെക്കരുത്. 2 സൈഡും കാലിയാക്കി ഇടണം. 2 സൈഡിലും ഈ ഷീറ്റിൻ്റെ എൻഡിലും മൈദ തേച്ച് നന്നായി ഒട്ടിച്ചെടുക്കാം. ഇതിങ്ങനെ ഫില്ല് ചെയ്തെടുക്കാനും നല്ല സിമ്പിളാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പണിയെല്ലാം കഴിയും. ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മതി. കണ്ടില്ലേ, ഒരു തലയണയുടെ ഷേപ്പിലില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുട്ടിത്തലയണ എന്ന് പേരിട്ടത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സ്നാക്സും റെഡിയാക്കി എടുക്കാം. ഫില്ലിങ് ഷീറ്റിന് മുകളിലായി വെച്ച് കൊടുത്ത് ഒന്ന് ചുരുട്ടിയെടുത്ത ശേഷം 3 ഭാഗവും മൈദ തേച്ചൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ ഫില്ലിങ് സ്നാക്കിൻ്റെ 2 സൈഡിലോട്ടും വരരുതെന്ന് മാത്രമാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്കത് ഒട്ടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. എല്ലാ സ്നാക്സും വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഫില്ലിംഗ് ഒക്കെ നിറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനി എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ചൂടാക്കിയെടുക്കാം. നന്നായി ചൂടായി വന്ന ശേഷം ലോയോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് ഇത് വറുത്ത് കോരിയെടുത്താൽ മതിയാവും. നമ്മുടെ സമൂസയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടല്ലേ വറുത്ത് കോരുക. ഇത് കുറച്ച് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിടണം. അതല്ലെങ്കിൽ നമ്മുടെ ചീസൊന്നും മെൽറ്റായി കിട്ടില്ല. നമ്മൾ ചീസൊക്കെ ചേർത്തതാണല്ലോ. ചീസൊക്കെ മെൽറ്റായി വരുമ്പോഴാണ് ഇത് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ട് ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയമെടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലും കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല കേട്ടോ. സമൂസ ഷീറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും. പ്രത്യേകിച്ച് വേറെ വേവാനൊന്നുമില്ലല്ലോ. ചീസൊന്നും മെൽറ്റാവാൻ അധിക സമയമൊന്നും വേണ്ട. എല്ലാ സ്നാക്സും ഞാനിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഒന്ന് കഴിച്ച് നോക്കണം. അത്രയ്ക്കും ടേസ്റ്റാണ്. നമ്മളിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണുമ്പോൾ ഇത്രയും സിമ്പിളാണോ, ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇത് കഴിച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. ആ സവാളയും ക്യാപ്സിക്കവും പൊട്ടറ്റോയും ചീസും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. എല്ലാവരും വീട്ടിലിതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക് യു.